Dear students, today I am going to discuss matrix and order of the matrix. It is a rectangular array of numbers, symbols, points or characters, each belong to a specific row and column. മെട്രിക്സ് എന്ന് പറയുന്നത് നമ്പറോ അല്ലെങ്കിൽ സിമ്പലുകളോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ ഇവയെ റെക്റ്റാങ്കുലർ അറേ പോലെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി എക്സെട്ര ഇത് യൂസ് ചെയ്തുകൊണ്ടാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ എ എന്ന് പറയുന്നത് മെട്രിക്സ് എ എന്ന് പറയുന്നത് 1 2 3 4 ഇവിടെ നമ്പേഴ്സ് മാത്രം കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1 2 എന്ന് പറയുന്നത് റോയും 3 4 എന്ന് പറയുന്നത് വേറെ റോയുമാണ്. ഇതിൽ നമ്പേഴ്സ്, സിമ്പിൾസ്, പോയിന്റ്സ്, ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതിനെയാണ് എലമെൻറ്റ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്ത നമ്പർ ആയതുകൊണ്ട് 1 2 3 4 എന്ന് പറയുന്നത് ഒരു മെട്രിക്സിലെ എലമെൻറ്റ്സ് ആണ്. ഇനി എന്താണ് ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് നോക്കാം. മെട്രിക്സസ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദെയർ ഓർഡർ. നമുക്ക് പല ടൈപ്പ് മെട്രിക്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ മെട്രിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഓർഡർ നോക്കിയിട്ടാണ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ദ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. ആ മെട്രിക്സിൽ എത്ര നമ്പർ റോസ് ഉണ്ട്, എത്ര നമ്പർ കോളംസ് ഉണ്ട് എന്ന് നോക്കിക്കൊണ്ടാണ് അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത്. ഒരു മെട്രിക്സിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു മെട്രിക്സ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് പി എം ബൈ എൻ, വേർ പി ഈസ് ദ മെട്രിക്സ്, എം ഈസ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് എൻ ഈസ് ദ നമ്പർ ഓഫ് കോളംസ്. ഒരു ജനറലായിട്ട് മെട്രിക്സ് പി എന്ന് പറയാം. അതിൽ എമ്മിനെ നമ്പർ ഓഫ് റോസ് ആയിട്ടും എന്നിനെ നമ്പർ ഓഫ് കോളംസ് ആയിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക്സിൽ 4 റോയും 5 കോളംസും ഉണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ഓഫ് ദ മെട്രിക്സിനെ പറയാം 4/5 എന്നാണ് പറയാം. നമ്മൾ എഴുതുമ്പോൾ 4 × 5 എന്ന് എഴുതും. അത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ 4/5 എന്നാണ് റീഡ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിനെ നമുക്ക് അതിൻ്റെ ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. തന്നിരിക്കുന്ന സ്ലൈഡിൽ നമുക്ക് ഒരു മെട്രിക്സിനെ ജനറലായിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അതിൽ ഫസ്റ്റ് എലമെൻറ്റ് A11 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് എന്ന് സൂചിപ്പിക്കാനാണ്. ഫസ്റ്റത്തെ ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത് റോയും സെക്കൻഡ് ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത് കോളവുമാണ്. A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്, 13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്. അങ്ങനെ പറഞ്ഞു പോയാൽ 1 4 1 5 എക്സെട്ര 1n എന്ന് പറയാം, nth കോളം. അതുപോലെ സെക്കൻഡ് റോ വെച്ച് പറയുമ്പോൾ A21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻ്റ് ആണ്. അതുപോലെ A23 A23 A22 എന്നൊക്കെ പറയാം. അതുപോലെ താഴോട്ട് പറയുകയാണെങ്കിൽ A21 A31 A41 A51 അവിടെ ചേഞ്ച് ചെയ്യുന്നത് 1 2 3 4 എന്നാണ്. അപ്പോൾ അവിടെ AM1 എന്നാണ് വരിക. 1 അവിടെ ഫസ്റ്റ് കോളം എന്നുള്ളത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ അവസാനം എത്തുമ്പോൾ AMN നമുക്ക് എത്താൻ പറ്റും ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. റോയും കോളും ജനറലായിട്ട് പറയാം. ഇതിപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് 1 -2 3 0 1 4 ഇതൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൽ ടോട്ടൽ റോസ് 3 ആണ്. 1 -2 എന്ന് പറഞ്ഞാൽ ഒരു റോ, 3 0 എന്ന് പറഞ്ഞാൽ അടുത്ത റോ, 1 4 എന്ന് പറഞ്ഞാൽ അടുത്ത റോ. ഇതിലെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ 2 ആണ്, 1 3 1 അതുപോലെ -2 0 4. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് 3/2 ആയിരിക്കും. 3/2 ആയിരിക്കും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഓർഡറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എലമെൻറ്റ്സ് ആണ്. 3 × 2 = 6. അപ്പോൾ ഈ മെട്രിക്സിൽ ആകെയുള്ളത് 6 എലമെൻറ്റ്സ് ആണ്. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ്, അതുപോലെ അതിൻ്റെ പൊസിഷന്, അതുപോലെ ഓർഡറൊക്കെ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.